ഹായ് ഹലോ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ക്രേപ്പ് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഫാമിലി കോംബോ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കൊരു ടോപ്പും ചേട്ടായിക്കൊരു ഷർട്ടും ആദൂനൊരു ഷർട്ടും സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വന്നിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ കട്ടി അത്യാവശ്യമുണ്ട്. അകംപുറം കാണാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ആദ്യം ഞാൻ ഷർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഷർട്ട് ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ചേട്ടയുടെ ഷർട്ടിൻ്റെ അളവൊക്കെ ഞാൻ ഇതുപോലെ മെഷർമെൻറ്റും കാര്യങ്ങളും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷർട്ട് കട്ട് ചെയ്യാം. കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത്, ഇതാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ കോളർ സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനും അതൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. അത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുവിധം ഷർട്ട് ഒപ്പിച്ചു. ഷർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് തുണി ഇത് അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ആദ്യം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിനൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു ഏലൈൻ ടോപ്പ് ചെറിയൊരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഏലൻ മിഡി ഡ്രസ്സ് പോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. കൈ വന്നിട്ട് ചെറുതായിട്ട് പഫ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഷർട്ടൊക്കെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം എടുത്തല്ല സ്റ്റിച്ച് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട്. ബട്ടൺ ഹോൾ ആദ്യം പുറത്ത് കൊടുത്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ തന്നെ തയ്ച്ച് ഒപ്പിച്ചു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എൻ്റെ ടോപ്പാണിത്. ഇത് ചേട്ടായിക്കുള്ള ഷർട്ട്, പിന്നെ ആദുവിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കണ്ടാലോ.